അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്കൊരു പുഡിങ്ങിൻ്റെ റെസിപ്പി ഉണ്ടായാലോ. നമുക്ക് സിമ്പിളായിട്ട് എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. ഒരു പാക്കറ്റ് എടുക്കണുള്ളൂ കേട്ടോ, അത് 2 കാണിച്ചതാണ്. നമുക്ക് ആദ്യം ഒന്ന് ആ ചൈന ഗ്രാസ് ഒന്ന് സോക്ക് ചെയ്ത് വെക്കാം കേട്ടോ. വെള്ളത്തിൽ കുറച്ച് നേരം ഒന്ന് സോക്ക് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് ആവശ്യമായിട്ടുള്ളത് പാല് വേണം. പാല് നമുക്കൊന്ന് ആദ്യം തിളപ്പിച്ചെടുക്കാം കേട്ടോ. മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. പഞ്ചസാരയൊക്കെ ഇട്ടൊന്ന് മിക്സ് ആയിരുന്നു. പാൽ നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമായിട്ടുള്ളത് ബൂസ്റ്റിൻ്റെ പാക്കറ്റില്ലേ, 5 രൂപയുടെ സാങ്ഷൻ പാക്കറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് ഇതിലോട്ട് മുഴുവനായിട്ട് തന്നെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ മധുരം ഇടുമ്പോൾ അത്യാവശ്യം മധുരം ഇതിലോട്ട് ഇട്ടു. കാരണം നമ്മൾ ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്ത് ആഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ മധുരം കുറയാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. കാരണം അത് മെൽറ്റ് ചെയ്ത് നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യണമല്ലോ. അപ്പോൾ മധുരം ചെറുതായിട്ടൊന്ന് കുറയും. നമ്മൾ പുഡിങ് ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ടാക്കുമ്പോൾ മധുരം കുറച്ച് മുന്നിൽ നിൽക്കുകയാണ് കുറച്ചും കൂടി ടേസ്റ്റ്. നമ്മൾ തണുപ്പിച്ചിട്ട് കഴിക്കുമ്പോൾ ഒന്നും കൂടി മധുരം നമുക്ക് കുറവായിട്ട് തോന്നും. അപ്പോൾ നമ്മൾ ബൂസ്റ്റൊക്കെ ഇട്ട് അതൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് മാറ്റി വെച്ച് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യേണ്ട, നമുക്ക് ചൈന ഗ്രാസും കൂടി ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ചൈന ഗ്രാസ് പിന്നെ നമ്മൾ നേരത്തെ തന്നെ സോക്ക് ചെയ്ത് വെച്ച കാരണം പെട്ടെന്ന് പണി കഴിയും. അങ്ങനെ ചൈന ഗ്രാസൊക്കെ മെൽറ്റ് ചെയ്യാൻ നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്, നല്ലോണം ബോയിലായിട്ടും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ചെറുതായിട്ടൊന്ന് ചൂടാറുമ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പാലിൻ്റെ മിക്സിൽ അതിലോട്ട് കുറച്ചായിട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിലിപ്പോൾ എനിക്കൊരു ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പാലല്ല നമ്മുടെ ചൈന ഗ്രാസ് അത് 2 പാക്കറ്റും എടുക്കണമായിരുന്നു കേട്ടോ. ആ ഒരു പാക്കറ്റിൽ ഇത് വലുതായിട്ടൊന്നും കട്ടായില്ല, തിക്കായി വന്നില്ല. അപ്പോൾ നമുക്ക് അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നിങ്ങൾ ഏത് ട്രേയിലാണോ സെറ്റ് ചെയ്യാൻ വെക്കുന്നത് അതിലോട്ടൊന്ന് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കട്ട് ചെയ്തിപ്പോൾ ചൈന ഗ്രാസിൻ്റെ ഇനി വല്ല ബൂസ്റ്റിൻ്റെ മിക്സിൻ്റെ കട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് വരും കേട്ടോ. ഇനി ഇത് ഞാൻ ഫ്രീസ് ചെയ്ത ശേഷമാണ് ഇത് കാണിക്കുന്നത്. ഫ്രീസ് ചെയ്ത ശേഷമാണ് ഞാൻ ഇതിലോട്ട് ചൂടാറിയിട്ട് നമ്മളൊന്ന് ഫ്രീസ് ചെയ്യണം. ഈ മേളിലോട്ടൊന്ന് ബൂസ്റ്റ് ജസ്റ്റ് ഇതുപോലൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഒന്നും കൂടി ഫ്രീസ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണ് ഇതാ കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചൈന ഗ്രാസിൻ്റെ ഒരു കുറവാണ് ഒരുപാട് സെറ്റ് ആവാതിരുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.